الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ തഖ്വയോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളും ജീവിതത്തിൽ മുഹാജിറുകളാവണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടന്ന ഹിജ്റ അന്ന് കഴിഞ്ഞെങ്കിലും ലോകാവസാനം വരെ ഹിജ്റ എന്ന് പറയുന്ന ആശയം ആത്മീയമായിട്ടുണ്ടെന്നും തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക്, അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ശരിയായ പാതയിലേക്ക്, അധാർമികതകളിൽ നിന്നും ജീർണതകളിൽ നിന്നും സത്യ സനാതന മൂല്യങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളത് ഒരു മഹത്തായ ഹിജ്റയാണ് എന്നായിരുന്നു നാം വിശദീകരിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ടെങ്കിലും ഇന്ന് പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ചരിത്രത്തിൽ ഉദാഹരണമില്ലാത്ത വിധത്തിലുള്ള പീഡന പരീക്ഷണങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വിധേയരായതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല യത്രിബിലേക്ക് ഹിജ്റ പോകുവാൻ വേണ്ടി അനുമതി നൽകുകയാണ്. കൊടുങ്കാറ്റ് കണക്കെ ആഞ്ഞു വീശിയിട്ടുള്ള ആ പരീക്ഷണങ്ങൾക്കെല്ലാം മുന്നിൽ ഒരു പർവ്വതം കണക്കെ ഉറച്ചു നിന്നവരായിരുന്നു പ്രവാചകനും സഹാബത്തും എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും അവരുടെ മുമ്പിൽ ഹിജ്റ പോവുക എന്ന വഴിയല്ലാതെ മറ്റൊരു വഴിയും അവരുടെ മുമ്പിലില്ലായിരുന്നു. അതിനു മുമ്പേ യത്രിബുകാരുമായി ഉണ്ടാക്കിയിട്ടുള്ള രണ്ടാം അഖബ, ഒന്നാം അഖബ ഉടമ്പടിയും അതുപോലെ തന്നെ രണ്ടാം അഖബ ഉടമ്പടിയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകരെ നിങ്ങൾ യത്രിബിലേക്ക് വന്നാൽ
നിങ്ങളെയും നിങ്ങളുടെ അനുയായികളെയും ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്നത് ഉൾക്കൊള്ളുന്ന ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാർക്ക് ഹിജറ പോകുവാനുള്ള അനുമതി നൽകുകയാണ്. ഒരു നേതാവ് എന്ന നിലയിൽ പാലിക്കേണ്ട താൻ സുരക്ഷിതനാവുക എന്ന രൂപത്തിൽ പ്രവാചകൻ ശ്രദ്ധിക്കാതെ തന്റെ അനുയായികളായ ആളുകൾ മുഴുവനും മദീന യസ്രിബിലെത്തി സുരക്ഷിതരായതിന് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോവാൻ ഒരുങ്ങുന്നത്. ആ സമയത്ത് പിന്നീട് മക്കയിൽ അവശേഷിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. അതിനു പുറമെ ഹിജറ പോകുന്ന പാത്തും പതുങ്ങിയും ഒളിഞ്ഞുമാണ് സഹാബത്ത് ഹിജറ പോയിട്ടുള്ളത്. അതിനിടയിൽ നിന്ന് മുശ്രിക്കുകളായ ആളുകൾ പിടികൂടിയിട്ടുള്ള, അങ്ങനെ ബന്ധനസ്ഥരാക്കിയിട്ടുള്ള ചില ആളുകളും മാത്രമാണ് അവിടെ മക്കയിൽ അവശേഷിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പലപ്പോഴും ചോദിച്ചു, പ്രവാചകരെ, അവരൊക്കെ ഹിജറ പോയതുപോലെ ഞാനും ഹിജറ പോകട്ടെയോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള മറുപടി, നിനക്ക് നല്ല ഒരു കൂട്ടുകാരനെ അള്ളാഹു നൽകിയേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു നല്ല കൂട്ടുകാരനെ തന്നേക്കാം. അതുകൊണ്ട് ലാ തഅജൽ, നീ ധൃതി കാണിക്കേണ്ടതില്ല എന്നാണ്. ആ സമയത്തു തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എനിക്ക് പ്രവാചകന്റെ കൂടെ പോകാൻ അവസരമുണ്ടായേക്കാം എന്ന ഒരു ചിന്തയിൽ അദ്ദേഹം 2 ഒട്ടകങ്ങളെ വാങ്ങി. ആ 2 ഒട്ടകങ്ങളെ വാങ്ങി പോകാൻ പറ്റുന്ന രൂപത്തിൽ ആ ഒട്ടകങ്ങളെ അദ്ദേഹം ശരിപ്പെടുത്തുകയാണ്. ഒരു ദീർഘയാത്രക്ക് പറ്റുന്ന വിധത്തിൽ ഒട്ടകത്തിന്റെ ഭക്ഷണവും പരിശീലനവുമെല്ലാം നൽകിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ ശരിപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു ദിവസം നട്ടുച്ച നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആ രംഗം വിശദീകരിക്കുന്നുണ്ട്. ഫബൈനാ നഹ്നു ജുലൂസുൻ ഫീ ബൈതിനാ ഫീ നഹ്രിൽ ലഹീറ, ഞങ്ങൾ നട്ടുച്ച സമയത്ത് ഞങ്ങളുടെ വീട്ടിലായിരിക്കെ, അവളൊക്കെ ആ സമയത്ത് വിശ്രമിക്കുകയാണ് ചെയ്യുക. ആരും പുറത്തിറങ്ങുകയില്ല, കാരണം അത്രയ്ക്ക് ചൂടായിരിക്കും. എല്ലാവരും വിശ്രമിക്കുന്ന ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധൃതിപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് കടന്നു വരികയാണ്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സമയത്ത് പ്രവാചകൻ ഇങ്ങോട്ട് കടന്നു വരണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യം തന്നെ ഉണ്ടാകും, അതുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കടന്നു വന്നു. അവിടെ ചുറ്റുപാടുകളെല്ലാം ഒന്ന് വീക്ഷിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സിദ്ദീഖേ, ഇവിടെ ഈ വീട്ടുകാരല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പുറത്താക്കണം. ഈ വീട്ടുകാരല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ട് എങ്കിൽ ഒന്ന് പുറത്താക്കണം, അത്യാവശ്യ കാര്യം പറയുവാനുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു. പക്ഷേ അവിടെ അവരല്ലാതെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖദ് ഉദിന ലീ ഫിൽ ഖുറൂജ്, സിദ്ദീഖേ, ഹിജ്റ പോകുവാനുള്ള അനുമതി എനിക്ക് നൽകിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും ഹിജ്റ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഫസ്സുഹ്ബത്തു, ആരാണ് പ്രവാചകരെ അങ്ങയുടെ കൂടെ, എനിക്ക് പോരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, നിനക്ക് എന്റെ കൂടെ പോരാം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ആ സമയത്ത് എന്റെ ഉപ്പ കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എനിക്ക് പോകാൻ അവസരമുണ്ട് എന്ന് കേട്ടപ്പോ കരയാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് ഒരു മനുഷ്യൻ കരയും എന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്നാണ്. സന്തോഷം കൊണ്ടും ഒരു മനുഷ്യൻ കരയും എന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്നാണ്. അത്രയ്ക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനോടൊപ്പം ഹിജ്റ പോകാനുള്ള അവസരമുണ്ടാകും എന്ന ആ ഒരു മഹാഭാഗ്യമായിട്ടാണ് അദ്ദേഹം കരുതിയിട്ടുള്ളത്. അങ്ങനെ അവർ യാത്രക്ക് പ്ലാൻ ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ എത്തും.
ഇന്ന് രാത്രി ഞാൻ ഇവിടെ എത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകൻ അങ്ങോട്ട് നടന്നു പോകുന്നത് ഒരു വ്യക്തി കണ്ടിരുന്നു. അതുപോലെ അവർ പരസ്പരം കണ്ടുമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയാവുകയും ചെയ്തു. അങ്ങനെ പ്രവാചകൻ ഈ വിവരം അവിടെ പറഞ്ഞുകൊണ്ട് തിരിച്ചു പോരുകയാണ്. ഇതേ സമയത്ത് മക്കയിലുള്ള മുശ്രിക്കുകളായ ആളുകൾ അവർ വളരെ വലിയ ആശങ്കയിലും ഉത്കണ്ഠയിലുമാണ്. കാരണം ഇവരൊക്കെ പോയി, മറ്റ് സ്ഥലങ്ങളിൽ പോയി, ഇവർ ശക്തി സംഭരിച്ച് ഒരുപക്ഷെ പിന്നെ നമ്മോട് ഏറ്റുമുട്ടുകയും നമ്മോട് യുദ്ധം ചെയ്യുകയും നമ്മെ പരാജയപ്പെടുത്തുകയും ചെയ്തേക്കാം എന്ന ആശങ്കയാണ്, ഭയമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഒരു യോഗം ചേരുകയാണ്. എല്ലാ ആളുകളെയും ആ നാട്ടിലുള്ള എല്ലാ ഗോത്രക്കാരെയും വിളിച്ചു. എന്നാൽ നബിയുടെ കുടുംബമായ ബനു ഹാഷിം കുടുംബത്തെ മാത്രം വിളിച്ചിട്ടില്ല. കാരണം അത്രക്ക് ഗൗരവമേറിയ വിഷയമാണ് അവിടെ ചർച്ച ചെയ്യുവാനുള്ളത്. അങ്ങനെ ആ മുശ്രിക്കുകൾ ദാറുൻ നദ്വയിൽ യോഗം കൂടുകയാണ്. അത് അവരുടെ പാർലമെന്റാണ്. അവരുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലമാണ് ദാറുൻ നദ്വ എന്ന് പറയുന്നത്. ആ ദാറുൻ നദ്വയിൽ വെച്ചുകൊണ്ട് അവർ യോഗം കൂടുന്നു. പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞു. നമുക്ക് ആ മുഹമ്മദിനെ ബന്ധനസ്ഥനാക്കാം എന്ന് പറഞ്ഞപ്പോ വേറെ ചില ആളുകൾ പറഞ്ഞു അത് പാടില്ല, കാരണം പ്രതിഷേധങ്ങൾ ഉണ്ടാകാം, ആ രൂപത്തിൽ ആളുകൾ സംഘടിച്ച് അതൊരു വൈകാരിക പ്രശ്നമാക്കി മാറ്റിയേക്കാം, അതുകൊണ്ട് ആ രൂപത്തിൽ അവരുള്ള ഒരു കാര്യം ശരിയല്ല എന്ന് പറഞ്ഞു. വേറെ ചില ആളുകൾ പറഞ്ഞു നമുക്ക് അവനെ നാട് കടത്താം, അങ്ങനെ അവന്റെ ശല്യത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. അപ്പോഴും ആളുകൾ പറഞ്ഞു അതും ഒരുപക്ഷെ പിന്നീട് ദോഷം ചെയ്യും, പിന്നീട് ആ നാട്ടിൽ നിന്ന് അവൻ ഏതെങ്കിലും കാര്യം തിരിച്ചെത്തു എന്ന് വന്നേക്കാം. അവസാനം ഒരാൾ അവനെ കൊന്നുകളയാം, നമുക്ക് എന്നേക്കുമായി അവന്റെ ശല്യം ഒഴിവാകുന്ന രൂപത്തിൽ നമുക്ക് അവനെ കൊന്നുകളയാം എന്ന് തീരുമാനിച്ചു. ആ തീരുമാനം അവർ അംഗീകരിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് അവരുടെ ആ 3 തീരുമാനങ്ങളും കൃത്യമായി പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നു. വിശുദ്ധ ഖുർആൻ 8-ാം അധ്യായം സൂറത്ത് അംഫാലിലെ 30-ാമത്തെ ആയത്തിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വചനം, സത്യനിഷേധികളായ ആളുകൾ നിനക്കെതിരെ തന്ത്രം പ്രയോഗിച്ച സമയം, ഒന്നുകിൽ നിന്നെ ബന്ധനസ്ഥനാക്കാം, അതല്ലെങ്കിൽ നിന്നെ കൊന്നുകളയാം, അതല്ലെങ്കിൽ നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കാം എന്നവർ തീരുമാനിച്ച സമയം, അവർ തന്ത്രങ്ങൾ മെനയുന്നു, എന്നാൽ അള്ളാഹുവും തന്ത്രം മെനയുന്നു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ത്രം മെനയുന്നവരിൽ ഏറ്റവും നല്ല തന്ത്രശാലിയാകുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന് വഹിയായി അറിയിച്ചു കൊടുത്തു. അപ്പോ അലി റളിയല്ലാഹു അൻഹു പ്രവാചകനോടൊപ്പമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരിപ്പിൽ കിടക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിർദ്ദേശിച്ചതിനനുസരിച്ചുകൊണ്ട് വിരിപ്പിൽ കിടക്കുവാനും പാതിരാത്രിയിൽ അവിടെ നിന്ന് ഇറങ്ങുവാനുമാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ആ നിർദ്ദേശം ശിരസാ വഹിച്ചു. അലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഒരു പ്രായം ചെന്ന മനുഷ്യനൊന്നും അല്ലാന്ന്, യുവത്വം തുളുമ്പുന്ന വെറും 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരും ഈമാനിന്റെ വിഷയത്തിൽ പ്രവാചകനോടൊപ്പം ഒരുപോലെ കട്ടയ്ക്ക് തുണയായി നിന്നിരുന്നു എന്നതിന് തെളിവ് കൂടിയാണ് അലി റളിയല്ലാഹു അൻഹു തന്റെ ജീവൻ പോകും എന്ന ഒരു അവസ്ഥയുണ്ടായേക്കാവുന്ന 20-ാമത്തെ ആ വയസ്സിൽ ആ പ്രവാചകന്റെ പകരമായി കൊണ്ട് ആ വിരിപ്പിൽ കിടക്കാൻ തയ്യാറാവുന്നത്. ചെറുപ്പക്കാർക്ക് ഒരു പാഠമാണ് അന്നത്തെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ രംഗം. അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ 1-2 നിർദ്ദേശങ്ങൾ നൽകി. അതൊന്ന് വിരിപ്പിൽ കിടക്കണമെന്നാണ്. വേറൊരു കിഴി കൊടുത്തു പ്രവാചകൻ അദ്ദേഹത്തിന്റെ അടുക്കൽ. അത് ഒരുപാട് ആളുകൾ നൽകിയിട്ടുള്ള അമാനത്തുകളാണ്.
ആ അമാനത്തുകൾ അതാതിന്റെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന നിർദ്ദേശം നൽകി. കാരണം ഇതും കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എങ്കിൽ ഒരു പക്ഷേ ആളുകൾ പറയും അവൻ വഞ്ചകനാണ്, ഇതുവരെ ഒരു ദുഷ്പേരില്ലാത്ത എനിക്ക് വേറെ ദുഷ്പേരായി തീരും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അമാനത്തുകളെല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ച് അത് ഏൽപ്പിക്കേണ്ട ആളുകളെ കുറിച്ചുള്ള ലിസ്റ്റ് അദ്ദേഹത്തിന് നൽകി ഇതെല്ലാം തന്നെ തയ്യാറാക്കുകയാണ്. എന്നിട്ട് വീട് വിട്ടിറങ്ങുന്ന സമയത്ത് എന്ന സൂറത്ത് യാസീനിലെ 9-ാമത്തെ വചനം, അവർക്ക് മുമ്പിൽ അല്ലാഹു ഒരു മറയിട്ടു, അവരുടെ പിമ്പിലും ഒരു മറയിട്ടും അവർ കാണാത്ത വിധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ആ സമയത്ത് അവർക്കൊരു മയക്കം ബാധിച്ചു എന്നും പ്രവാചകൻ ഇറങ്ങിപ്പോകുന്നത് അവർ കണ്ടില്ല എന്നും പറയുന്നു. പ്രവാചകൻ ആ സമയത്ത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രായിൽ 80-ാമത്തെ വചനമായി നമുക്ക് കാണാം. വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. പടച്ചോനെ, ഒരു നല്ല പുറപ്പാടും അതുപോലെ ഒരു നല്ല പ്രവേശനവും എനിക്ക് നീ നൽകണമേ. അതുപോലെ പടച്ചവനെ, നിന്റെ അടുക്കൽ നിന്നുള്ള വമ്പിച്ച സഹായവും എനിക്ക് നൽകണമേ. ഒരു നല്ല പുറപ്പാട് അഥവാ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇവിടുന്ന് പുറപ്പെടാനുള്ള അവസരം, അതുപോലെ തന്നെ അവിടെ എത്തിരിവിലെത്തുമ്പോൾ നല്ലൊരു പ്രവേശനം, നല്ല ആവേശത്തോടു കൂടി എന്നെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ പടച്ചവനെ, ആ യാത്രക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ നിന്റെ വലിയ സഹായം അതെല്ലാം എനിക്കുണ്ടാവണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. ഒരു പിടി മണ്ണ് വാരി പ്രവാചകൻ ആ മണ്ണ് വാരി എറിഞ്ഞു. അതെല്ലാം അവരുടെ തലകളിലെല്ലാമായി. അങ്ങനെ അവർ ഒരു മയക്കത്തിൽ ഏർപ്പെട്ടു. ആ രൂപത്തിലാണ് പ്രവാചകൻ അവിടെ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മകളായ ആയിഷ ബീബി, അതുപോലെ ആയിഷ ബീബിയുടെ ജ്യേഷ്ഠത്തിയായ അസ്മാഉ ബീബി മറ്റൊരു ഭാര്യയിലുള്ള ആ വകയിൽ ആയിഷ ബീബിയുടെ ജ്യേഷ്ഠത്തിയാണ്. അവർ മാത്രമാണ് അവിടെ ഉള്ളത്. അവിടുന്ന് എല്ലാ വഴിക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡിയാക്കി ആ ഭക്ഷണത്തിന്റെ അത് സഞ്ചിയിലാക്കി അത് കെട്ടേണ്ടതുണ്ട്. ആ കെട്ടേണ്ട സമയത്ത് കയറ് കാണുന്നില്ല. അസ്മാഉ ബീബി റളിയല്ലാഹു തആല തന്റെയും അവസരത്തിൽ വരാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു സ്ത്രീയുമായിരുന്നു. ആ സമയത്താണ് തന്റെ ഉടുപ്പിന്റെ അരപ്പട്ട അഴിച്ചുകൊണ്ട് അത് രണ്ടായി കീറിക്കൊണ്ട് അങ്ങനെ ആ ഭക്ഷണത്തിന്റെ വായ്ത്തല കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇരട്ട പട്ടക്കാരി എന്ന അപരനാമം അസ്മാഉ ബീബി റളിയല്ലാഹു തആല അൻഹക്ക് ഇസ്ലാമികമായി നൽകപ്പെടുന്ന. ഇത്രയും അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവസരോചിതമായി പെരുമാറുവാനുള്ള അവസരം അവിടെ എടുത്തു എന്നതുകൊണ്ട് അപ്പോ അവിടെ നൽകപ്പെട്ടുള്ള ഒരു പേരാണ്. അപ്പോ പ്രവാചകന്റെ ഹിജ്റയിൽ അവിടെ സ്ത്രീകളും പ്രവാചകന്റെ പത്നിമാരും പത്നിയുടെ ജ്യേഷ്ഠത്തിയും എല്ലാവരും പങ്കാളികളാണ്. അഥവാ സ്ത്രീകൾ ഒരു രംഗത്തും വിട്ടുനിൽക്കുകയല്ല. അവരാൽ കഴിയുന്ന വിധത്തിലുള്ള പങ്കാളിത്തം എല്ലാ സ്ഥലങ്ങളിലും അവർ നിർവഹിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറകുവശത്തുള്ള ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറകുവശത്തുള്ള ഡോറിലൂടെ, കാരണം മുൻവശത്തിലൂടെ ഇറങ്ങിയാൽ കാണാം, ആളുകൾ കണ്ടുമുട്ടും. അതുകൊണ്ട് പുറകുവശത്തിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നിട്ട് യസ്രിബിന്റെ നേരെ എതിർ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പോ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവിടെ ദീർഘദൃഷ്ടിയും അതുപോലെ തന്നെ എല്ലാ ചിന്തകളും നമ്മാൽ കഴിയുന്ന ചെയ്യേണ്ടുന്ന വിധത്തിലുള്ള എല്ലാം ചെയ്തതിന് ശേഷം പടച്ചവനിൽ തവക്കുലാക്കുക. യസ്രിബിലേക്ക് പോകേണ്ട നേരെ എതിർ ദിശയിലേക്കാണ് അവർ പുറപ്പെട്ടു പോകുന്നത്. അങ്ങനെ അവർ മക്കയുടെ അതിരി വിടുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വികാരാതീതനായി പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥന കഴിഞ്ഞ ഖുതുബയിലും ഞാൻ സൂചിപ്പിച്ചിരുന്നു. വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാഹ് വഅഹബ്ബു അർളില്ലാഹ് വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു. അല്ലാഹുവിന്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും നല്ല ഭൂമിയാണ് നീ. മക്കയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറയുകയാണ്. അതുപോലെ അള്ളാന്റെ ഭൂമിയിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമിയാണ് നീ. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു.
നിന്നിൽ നിന്ന് എന്നെ ആളുകൾ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ പുറത്തു പോകുമായിരുന്നില്ല എന്ന് വികാരാതീതനായിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്. കാരണം ജനിച്ചു വളർന്ന നാടിനോട് എപ്പോഴും മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ബന്ധം എല്ലാ ആളുകൾക്കും ഉണ്ടാവുന്നതാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടെ വെച്ചുകൊണ്ട് പ്രകടിപ്പിക്കുകയാണ്. ഈ സമയത്ത് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ പ്രവാചകന്റെ വീട് വളഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ പുറത്തു വരുന്നതും കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് നാം നേരത്തെ പറഞ്ഞല്ലോ, പ്രവാചകൻ ഒരാളെ അങ്ങോട്ട് പോകുമ്പം കണ്ടുമുട്ടി എന്ന്. അയാൾ ഇങ്ങനെ വന്ന് ഇവരുടെ അടുക്കൽ എത്തിയിട്ടുണ്ട്. അവരോട് ചോദിച്ചു, മാ തന്തളിറൂന ഹാഹുന, നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു? ആരെ നിങ്ങൾ കാത്തു നിൽക്കുന്നത്? അപ്പൊ അവർ പറഞ്ഞു, മുഹമ്മദ് ഇതിന്റെ ഉള്ളിലുണ്ട്, മുഹമ്മദ് പുറത്തേക്ക് വരുമ്പോ കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദോ? അദ്ദേഹം അതാ അവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവരോട് ഈ കാര്യം പറഞ്ഞപ്പോ അവർ ആകെ വിഷണ്ണരാവുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാത്ത ആ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അവിടെയാണ് നാം പണ്ടൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുള്ള ആ സംഭവമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മനസ്സുകളിലൊക്കെ എപ്പോഴും ഉണ്ടാവേണ്ടുന്ന ചിന്തയും ചരിത്രവുമാണ്. അങ്ങനെ ആ സമയത്താണ് 100 ചുവന്ന ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിക്കുന്നത്. മുഹമ്മദിനെ എവിടെ വെച്ചുകൊണ്ട് പിടികൂടിയിട്ടുണ്ട് എങ്കിലും ആ സമയത്ത് അവർക്ക് 100 ചുവന്ന ഒട്ടകങ്ങൾ. ഇന്ന് BMW കാർ ലഭിക്കുന്നതിനേക്കാൾ വലുതാണ് അവർക്ക് ഒരൊട്ടകത്തെ കിട്ടുക, അത് തന്നെ ചുവന്ന ഒട്ടകമാവുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള 100 ഒട്ടകങ്ങളെ പകരം നൽകാം എന്ന് പറയുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ കയ്യിൽ കിട്ടി. അലി റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ മർദ്ദിച്ചു. കഴുതയുടെ അടുത്ത് വരെ വലിച്ചഴച്ചു കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹത്തെ അവിടെ ബന്ധിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെ കഴുതയിൽ ബന്ധിക്കുകയാണ്. അങ്ങനെ അവർ നേരെ പോയത് നബിയുടെ വീട്ടിലേക്കാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്കാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് ഉപ്പ എവിടെ എന്ന് അന്വേഷിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. അറിയാതിരിക്കില്ല, അത് പറയണം എന്ന് പറഞ്ഞപ്പോ അവർ ഒട്ടും അത് പറയാൻ കൂട്ടാക്കിയില്ല. ആ സമയത്ത് നേരത്തെ പറഞ്ഞ അസ്മാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചെകിട്ടത്തടിച്ചു അബൂജഹൽ. ആ സമയത്ത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, അസ്മാ ബീബിയുടെ കാതിലുണ്ടായിരുന്ന ആഭരണങ്ങൾ തെറിച്ചുപോയി. അത്രയ്ക്ക് കനത്ത അടിയായിരുന്നു അത് എന്ന്. അങ്ങനെ അതെല്ലാ പ്രഹരങ്ങളെല്ലാം ഏറ്റു. എന്നിട്ടും അവിടെ വെച്ചുകൊണ്ട് യാതൊരു നിലക്കുള്ള ഒരു പ്രതികരണവും ഈ അവരെ കുറിച്ചുള്ള വിവരവും അസ്മാ ബീബി റളിയല്ലാഹു തആല അൻഹയോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോ നൽകിയില്ല. അല്പം കഴിഞ്ഞപ്പോഴതാ വാപ്പ അബൂസിദ്ദീഖിന്റെ വാപ്പ അബൂ ഖുഹാഫ അവിടേക്ക് വരുന്നുണ്ട്. അദ്ദേഹം പ്രായാധിക്യം വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. കണ്ണ് കാണാതെയായിട്ടുണ്ട്, അന്ധനായിട്ടുണ്ട്. അങ്ങനെ കയറി വന്ന് വിവരം അന്വേഷിച്ചു, മോളെ ഇങ്ങനെ കേട്ടല്ലോ, നിന്നെ വിട്ടുകൊണ്ട് ഇവിടെയുള്ള മുതലൊക്കെ എടുത്തിട്ട് നിങ്ങളെ വാപ്പ പോയി എന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോ, അങ്ങനെ അല്ലപ്പ, അദ്ദേഹം എല്ലാം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് പോയത്. ഒരുപാട് നന്മകൾ ഇവിടെ വെച്ചിട്ടിട്ടാണ് വാപ്പ പോയത്, അല്ലാതെ ഉള്ളതെല്ലാം പെട്ടി അത് പെറുക്കിക്കൊണ്ടല്ല പോയത് എന്ന് പറയുകയും ഒരു സഞ്ചി എടുത്ത്, വാപ്പാക്ക് കണ്ണ് കാണില്ലല്ലോ, ആ സഞ്ചിയിൽ കല്ലുകൾ പെറുക്കിയിട്ടു. എന്നിട്ട് അത് കുലുക്കി കേൾപ്പിച്ചു കൊടുത്തു, ഇതാ പണമൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ അബൂ ഖുഹാഫ പറഞ്ഞു, എന്നാ തരക്കേടില്ല, നിങ്ങൾക്ക് ജീവിക്കാനുള്ള വക ഇവിടെ നൽകിയിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആ സമയത്ത് മുശ്രിക്കുകളായ ആളുകൾ വീണ്ടും അവിടെ CID-കളെ അവർ ഏർപ്പാടാക്കുകയാണ്. കാലടികൾ ട്രേസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുവാനുള്ള ഒരു അസാമാന്യ കഴിവ് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ആ അവസരം അവർ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി അന്നത്തെ അവരുടെ ആ കാലഘട്ടത്തിലുള്ള ആ CID-കളെ പ്രയോജനപ്പെടുത്താറുണ്ട്. നമ്മളൊക്കെ വനമേഖലയിലോ മറ്റോ പോകുമ്പോ ആദിവാസികളോടൊക്കെ വഴികൾ അന്വേഷിക്കുകയോ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത് പോലെ ആ കാര്യങ്ങൾ കൃത്യമായി അറിയുന്ന ആളുകൾ അവർ ആ സമയത്ത് സൗർ ഗുഹ വരെ എത്തുകയും അങ്ങനെ ഇവിടെ വരെ അവരുടെ കാലടികൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പോഴേക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൗർ ഗുഹയിലെത്തിയിട്ടുണ്ട്. മക്കയിൽ നിന്ന് സൗർ ഗുഹയിലേക്ക് 5.5 കിലോമീറ്ററുകളിൽ അധികമുണ്ട്. കൂരാക്കൂരി ഇരുട്ടാണ് അവിടെ എത്തിയ സമയത്ത്.
രാത്രിയാണ് അവിടെ എത്തിയിട്ടുള്ളത്. ആ പുരാകൂരിരുട്ടിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ കയറുകയും ആദ്യമായി ഗുഹയിലേക്ക് കയറുകയും അവിടെയൊക്കെ ഒരു പരിസര വീക്ഷണം നടത്തുകയും ചെയ്തതിനു ശേഷം അവിടെയുണ്ടായിരുന്ന മാളങ്ങളെല്ലാം അടച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് കടക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. പ്രവാചകൻ അവിടെ എത്തി. പ്രവാചകൻ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് അങ്ങ് മയങ്ങിപ്പോയി. നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഉറങ്ങിപ്പോയി. അവിടെ ചില സംഭവങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ചില ഹദീസുകളിൽ സർപ്പം വന്ന് കൊത്തി എന്ന് പറയുന്നത് സംഭവം ഉണ്ടാവാം, അങ്ങനെ സാധ്യതയുണ്ടാവുന്നതാണ്. എന്നാൽ ആ സംഭവം പറഞ്ഞിട്ടുള്ള ഹദീസിന്റെ ഇസ്നാദുകളിൽ ചില ദുർഫുകളുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത അവസ്ഥകളൊന്നുമില്ല, സംഭവിക്കാവുന്നതാണ്. ആ രൂപത്തിൽ അവിടെ ആ ഗുഹയിൽ അവിടെ എത്തുകയാണ്. വ്യാഴാഴ്ച രാത്രിയാണ് അവരെത്തിയത്, ആ സൗർ ഗുഹയിലെത്തിയത്. പിന്നെ 3 ദിവസം അവിടെ നിൽക്കും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് അവർ അവിടെ നിൽക്കുക. ആ സമയത്ത് നാം നേരത്തെ പറഞ്ഞ അസ്മാ ബീബി ഭക്ഷണവുമായി കൊണ്ടുവരും. അസ്മാ ബീബി ഭക്ഷണവുമായി കൊണ്ട് 5.5 കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് ആ സൗർ ഗുഹയുടെ മുകളിലെത്തി അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. നോക്കൂ എത്ര ധീരതയാണ് അസ്മാ ബീബി അവിടെ പ്രകടിപ്പിക്കുന്നത് എന്ന്. അതുപോലെ അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു അബൂബക്കർ അവിടെ ന്യൂസ് റിപ്പോർട്ടറാണ്. എന്ന് പറഞ്ഞാൽ മക്കയിൽ നടക്കുന്ന വിവരങ്ങളെല്ലാം അറിയുക, അതിന്റെ അപ്ഡേറ്റുകൾ എന്താണോ അത് എത്തിച്ചു കൊടുക്കുക. അതാണ് അബൂബക്കർ സിദ്ദീഖിന്റെ മകന് നിർവഹിക്കുവാനുള്ളത്. അതുപോലെ ആമിർ ഇബ്നു ഫുഹൈറ എന്ന് പറയുന്ന വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചിട്ടുള്ള ഒരു അടിമയാണ് അദ്ദേഹം. അദ്ദേഹം ആടിനെ മേച്ചുകൊണ്ട് ആ വഴിയിലൂടെ വരികയും ഇവരൊക്കെ നടന്നു വന്നിട്ടുള്ള ആ കാൽപ്പാടുകളെ മായ്ച്ചു കളയുകയും അവർക്ക് പാല് കറന്നു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹവും അവിടെ ആ രൂപത്തിൽ അവരോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ അന്വേഷണ സംഘം ഈ പറഞ്ഞ സൗർ ഗുഹയിലുമെത്തി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ CID-കളായി നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ വരെ വിലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ അന്വേഷണ സംഘങ്ങളും എല്ലാം അവിടെ എത്തുകയാണ്. ആ സമയത്താണ് നാം കേട്ടിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നത്. വല്ലാഹി യാ റസൂലല്ലാഹ് ലൗ നളറ അഹദഹും അസ്ഫലന ഇലൈഹി ലഅബ്സർനാ. പ്രവാചകരെ, അവരെങ്ങാനും അവരുടെ കാൽപാദങ്ങളിലൂടെ ഒന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണുകയില്ലേ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കർ മാ ലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസഹുമാ. 2 ആളുകളെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? മൂന്നാമനായി അള്ളാഹു അവരെ സഹായിക്കാനുള്ള അവസ്ഥയിലുള്ള 2 ആളെ പറ്റി. അഥവാ അബൂബക്കറെ, നീ പേടിക്കേണ്ടതില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്കുണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ കാര്യം വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 40-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖറജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈൻ. നിങ്ങൾ ആ പ്രവാചകനെ സഹായിച്ചിട്ടില്ല എങ്കിൽ, ഫഖദ് നസറഹുല്ലാഹു, അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇദ് അഖറജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ. അവർ 2-ൽ ഒരാളായിക്കൊണ്ട് അദ്ദേഹം ആ ഗുഹയിൽ കഴിഞ്ഞുകൂടിയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇത് യഖൂലു ലി സ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ പ്രവാചകൻ തന്റെ കൂടെയുള്ള സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നീ ദുഃഖിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. തവക്കുലാണ് അവിടെ വിഷയം. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം ഇറക്കി കൊടുത്തു. വഅജ്ജദഹു ബിജുനൂദിൻ ലം തറൗഹാ. കാണാൻ പറ്റാത്ത വിധത്തിലുള്ള സൈന്യങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഈ രംഗങ്ങളിലൊക്കെ അവർ അനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നാം ആലോചിക്കണം. ആ ഗുഹയിൽ എല്ലാവരും തെരഞ്ഞു നടക്കുകയാണ്. കുണ്ടും കുഴിയും കുന്നും മലയും എല്ലാ സ്ഥലങ്ങളും തെരഞ്ഞു നടക്കുന്ന നാട്ടിലുള്ള മനുഷ്യർ മുഴുവനും 2 ആളുകളെ തെരഞ്ഞു നടക്കുന്ന ഇവിടെ സുരക്ഷിതരായി അവിടെ നിൽക്കാനുള്ള അവസരം
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി കൊടുത്തു. പ്രവാചകൻ ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ഡ്യൂട്ടികൾ ഭംഗിയായി നിർവഹിച്ചു. ഈ ദീനിനെ നമ്മളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനായി യസ്രിബിലേക്ക് എത്തുവാനുള്ള യാത്രയിൽ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ള ത്യാഗങ്ങളാണ്, ചരിത്രങ്ങളാണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ മൂന്നാമത്തെ ദിവസവും കഴിഞ്ഞപ്പോ അവിടെ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന വിശ്വാസിയല്ലാത്ത ഒരാള് ആണ് തുടർന്നങ്ങോട്ടുള്ള യാത്രയിൽ വഴികാട്ടിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹം ആ യാത്ര തുടരുന്നത് തന്നെ സാധാരണ പോകുന്ന റൂട്ടിലൂടെയല്ല, വഴി മാറിക്കൊണ്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. കാരണം എല്ലാ ഊടുവഴികളും അറിയുന്ന ആളാണ് അദ്ദേഹം. ആ വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയും അവരോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യാത്ര തുടരുകയുമാണ്. ഇതുപോലെയുള്ള ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ചയിൽ മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ആ യാത്രയുടെ ഹിജ്റയുടെ ചരിത്രങ്ങളും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളും ഇസ്ലാമികമായി മനസ്സിലാക്കുവാനുള്ള വിശ്വാസത്തിന് വളർച്ച നൽകുന്ന, ഊർജം നൽകുന്ന അവസ്ഥകളുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദുല്ലാഹി വ നഫ്സി സാനിയ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. സൂംബ ഡാൻസ് ആണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. യഥാർത്ഥത്തിൽ അതൊരു നൃത്തമല്ല, ഒരു കാർഡിയാക് വ്യായാമമാണ്. 90കളിൽ കൊളംബിയയിലെ ഡാൻസറായിരുന്ന ആൽബർട്ടോ പെരസ് എന്ന് പറയുന്ന ആൾ അവിചാരിതമായി അയാളിലൂടെ ഉണ്ടായിത്തീർന്ന ഒരു രൂപം, ഒരു എക്സസൈസ്, അതാണ് ഈ സുംബ എന്ന് പറയുന്നത്. അത് പിന്നീട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ വിവിധ രൂപത്തിലും ഡാൻസിന്റെ, മ്യൂസിക്കിന്റെ അകമ്പടിയോട് കൂടിയൊക്കെ ആയിത്തീർന്നു എന്ന് പറഞ്ഞു. അത് ലോകത്ത് ഒരുപാട് ആളുകൾ പരിശീലിക്കുന്നുണ്ട്, ആ വ്യായാമ മുറ ചെയ്യുന്നുണ്ട്. ആരോഗ്യത്തിന് അതുപോലെ ഹൃദയത്തിനൊക്കെ വളരെ നല്ലതാണ് എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് അത് ചർച്ചാ വിഷയമായിരിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിൽ ഒരു ചർച്ചയുമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവത്തിൽ നടപ്പാക്കുക എന്ന രീതിയിലാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു ഭരണഘടനയുള്ള നാട്ടിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ആളുകൾ അഭിപ്രായം പറയും എന്നത് സ്വാഭാവികമാണ്. ആ നിലക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ പല ആളുകളും പല അഭിപ്രായങ്ങളും പറയുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഒരു മതസംഘടനയുടെ നേതാവും തൻ്റെതായ അഭിപ്രായം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ അതിവേഗം സസ്പെൻഡ് ചെയ്യുവാനുള്ള ഓർഡറാണ് മുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ മാനേജർ അല്പമൊക്കെ സാവകാശമെടുത്ത് വിശദീകരണം ചോദിച്ച് 3 ദിവസം കാത്തു നിൽക്കാൻ ശ്രമിച്ചു. എങ്കിലും വീണ്ടുമുള്ള സമ്മർദ്ദത്താൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒട്ടും നല്ല ഒരു രീതിയല്ല. സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് പിൻവലിയേണ്ടതുണ്ട്, അത് തിരുത്തേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്ന് സർക്കാർ തന്നെ പറയുന്ന ഒരു കാര്യം, ഞാൻ അതിൽ പങ്കാളിയാവുകയില്ല, എൻ്റെ മകനും പങ്കാളിയാവുകയില്ല എന്ന് പറയുന്നത് ഒരു വലിയ കുറ്റമൊന്നുമല്ല. മതപരമായി ചേരിതിരിവുണ്ടാക്കാൻ നോക്കി എന്ന് പറയുന്ന ന്യായങ്ങളും ശരിയല്ല.
കാരണം നിങ്ങളുടെ നാടുകളിലൊക്കെ കൂടുതൽ അറിയുന്ന ഒരു കാഫർ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊരു അധ്യാപകൻ ചെയ്തതാ. അദ്ദേഹം എപ്പോഴും സ്കൂളിൽ പഠിപ്പിക്കേണ്ട ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ കോഴിക്കോട് പ്രസിദ്ധമായ ഒരു കോളേജിലെ ഒരു അധ്യാപകൻ ഒരു വർഗീയ പരാമർശമുള്ള സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, അയാൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. രാജ്യത്ത് ചേരിതിരിവുകൾ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള UAPA ചുമത്തേണ്ട രൂപത്തിലുള്ള വാക്കുകൾ പറഞ്ഞവർക്കും പ്രസ്താവനകൾ ഇറക്കിയവർക്കും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചവർക്കും ഒന്നും ഒരു കുഴപ്പമില്ല. ഒരു ടീച്ചർ ദിനം പ്രതി ഇതുപോലെയുള്ള ഈ UAPA ചുമത്താവുന്ന ഒരുപാട് പരാമർശങ്ങളുമായി നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എന്നിട്ട് സർക്കാർ തന്നെ പറയുന്ന അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഭാഗം, അത് ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ശിക്ഷാ നടപടി എടുക്കുക എന്നത് ശരിയല്ല. സർക്കാരിന് ആവശ്യമായ രൂപത്തിൽ ചർച്ചകൾ നടത്തുകയോ അത് ഒരു എക്സസൈസ് എന്ന രൂപത്തിൽ അത് പ്രാവർത്തികമാക്കുകയോ ചെയ്യാം. അതിന് PTA അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയോ പഠനത്തിലൂടെയോ ഒന്നുമല്ല അങ്ങനെ ഒരു സംഗതി വന്നിട്ടുള്ളത്. ആരോ കേട്ടു, അയാൾക്ക് തോന്നി. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ നയങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ അതിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരായ ആളുകൾ പോലെ ഏകദേശം കുറച്ച് മുമ്പ് വന്നിട്ടുള്ള EP മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ നടക്കുന്ന വിദ്യാഭ്യാസ നയങ്ങളൊക്കെ ആ രൂപത്താ. ആ രംഗത്തുള്ള ആളുകൾക്ക് അത് അറിയാവുന്നതാണ്. ഏകദേശം എനിക്കും അക്കാര്യം അറിയാം. ഒരു 10-30 കൊല്ലത്തോളം ഒരു HSA ഹൈസ്കൂൾ അധ്യാപകനായി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പല ആളുകളും പല കാര്യങ്ങളും പുറത്ത് പറയില്ല, കാരണം അതും കൂടി പറഞ്ഞിട്ട് വഷളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പൊ പല വിധത്തിൽ നയങ്ങളിൽ തന്നെ ആ രൂപത്തിലുള്ള ഒരു കൃത്യമായ ഇല്ലാത്ത രൂപത്തിലുള്ള സ്കൂളുകളിൽ നടപ്പാക്കാൻ കഴിയോ? ഈ കുട്ടികളെല്ലാം വെച്ചുകൊണ്ട് ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്ത, സൗകര്യപ്രദമായ ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെ സൂംബ ഡാൻസ് നടക്കുക? ക്ലാസ് റൂമുകളിൽ വെച്ചുകൊണ്ട് 2, 3, 5 മിനിറ്റ് കൊണ്ട് ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ട് എങ്ങനെ നടത്താൻ കഴിയാത്ത അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു വ്യായാമ മുറയാണ്, കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള ആളുകൾക്ക് ചെയ്യാവുന്നതാണ്. ചെയ്താൽ ആരോഗ്യപ്രദമായ നേട്ടങ്ങൾ ഉണ്ടാകും, അതിലൊന്നും കുഴപ്പമില്ല. നമ്മുടെ രാജ്യത്തിന്റെ മര്യാദയും സാംസ്കാരികമായ പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് ആ രൂപത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ആ ചെയ്യാവുന്നതാണ്, കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ഒരു അപ്രായോഗികമായ രൂപത്തിൽ ആർക്കോ വേണ്ടി അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവത്തോടു കൂടി ഒരു ചർച്ചയും ഇല്ലാതെ നടപ്പാക്കി എന്നതാണ് ഇവിടെയുള്ള കാര്യം. അതുതന്നെ എന്നിട്ട് അന്നത്തെ പ്രശ്നമുണ്ടാക്കുന്നത് സാധാരണക്കാരല്ല, സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചാനലുകളുമാണ്. അവർക്ക് വലിയ പ്രശ്നം, അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് മതസംഘടനകളല്ല. മതസംഘടനകൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മതസംഘടനകളുണ്ട്. ഈ വിഷയത്തിന്റെ ധാർമ്മികമായ വശം ചർച്ച ചെയ്തിട്ടുള്ള ഒരുപാട് മതസംഘടനകളുണ്ട്. അവരൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് മാന്യമായ രൂപത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. അത് തിരുത്തിക്കൊടുക്കുകയോ അതിന്റെ സത്യാവസ്ഥ ഇന്നതാണ് എന്ന് പറയുകയോ ചെയ്താൽ മതി സർക്കാരിന്. എന്നിട്ട് അത് പറയാതെ ആ ചാനലുകളും സോഷ്യൽ മീഡിയകളും ഒന്നടങ്കം ഈ സമുദായത്തിന്റെ ചുറ്റും നിന്നുകൊണ്ട് അവിടെ കടിച്ചു വലിക്കുകയും പിടിച്ചു കീറുകയും ചെയ്യുക എന്ന പ്രവണത ഒരിക്കലും അത് ശരിയല്ല. അത് നടക്കാൻ പോകുന്നുമില്ല. അത് സർക്കാരിന്റെ ഭാഗത്തുള്ള അവരുടെ തീരുമാനപ്രകാരം വേണമെങ്കിൽ അവർക്ക് സ്കൂളുകളിൽ ആ രൂപത്തിൽ നടപ്പിലാക്കാവുന്നതാണ്. അത് സഹകരിക്കുന്ന ആളുകൾക്ക് സഹകരിക്കാവുന്നതാണ്. അല്ലാതെ ഒരു സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടുള്ള നയങ്ങളോ കാര്യങ്ങളോ ഒന്നോ ആ വിഷയത്തിൽ ശരിയല്ല. എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുകയും പൊതുവിദ്യാലയം എന്ന് പറയുമ്പോൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ടാകും. ഓരോരുത്തർ അവരുടെ സംസ്കാരങ്ങൾക്കും ചര്യകൾക്കും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടാകും. ഇതുവരെ അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ നടന്നു പോന്നിട്ടുള്ളത്. ഒരാൾക്കും ഒരു പ്രശ്നവും പ്രയാസവും അവിടങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഓരോ ചർച്ചകൾ പുതിയതായി ഇറക്കിക്കയറ്റുക, എന്നിട്ട് നമ്മളുടെ ജെൻഡർ ന്യൂട്രൽ അജണ്ടകൾ കടത്തിക്കൂട്ടുക എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നടത്താൻ പാടില്ല എന്നുള്ള ഒരു കാര്യം സർക്കാരും അതുപോലെ സാമൂഹ്യ സംഘടനകളും രാഷ്ട്രീയക്കാരും എല്ലാം നടത്തേണ്ടതുണ്ട്. ആരും ആരെയും കുറ്റപ്പെടുത്തുകയോ ഏതെങ്കിലും രൂപത്തിൽ തീവ്രവാദികളെന്നോ വിഭാഗീയത സൃഷ്ടിക്കുന്നവരെന്നോ ആരോപണം ഉന്നയിക്കാതെ മാന്യമായ നിലയിൽ ഓരോന്നിലും ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ തീരുമാനിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ഇസ്സത്തോടുകൂടി അതിന്റെ സംസ്കാരവും പാരമ്പര്യവുമെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ത്യാഗം സഹിക്കുവാൻ
പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം ഒന്നിച്ചു പങ്കാളികളാകുന്ന ആ പ്രവർത്തനങ്ങളിൽ, ദീനീ വിഷയങ്ങളിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള പങ്കാളിത്തം ഓരോ മേഖലകളിലും നമുക്കും നിർവഹിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകും. ആകട്ടെ, നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സർവാധിനാഥനായ റബ്ബ് നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവേ നീ അവർക്കും പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് സന്തോഷവും സമാധാനവും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ റഹ്മാനെ. രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകണമേ തമ്പുരാനെ. കുടുംബ ജീവിതത്തിൽ എപ്പോഴും ആനന്ദത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഈമാനോടുകൂടി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.